നമസ്കാരം. N4 ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂരിൽ വനിതാ ASI വഴിയൊരുക്കിയ ആംബുലൻസിൽ രോഗിയില്ല. അന്വേഷണത്തിൽ വൻ ട്വിസ്റ്റ്. പുലിക്കളിക്ക് തൃശൂരിൽ അവധിയില്ല. സെപ്റ്റംബർ 8-ന് തൃശൂർ താലൂക്കിൽ അവധി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് മേയറുടെ കത്ത്. ഓണം വാരാഘോഷത്തിന് മുന്നോടിയായി മാലിന്യരഹിത ഹരിത ഓണം എന്ന സന്ദേശവുമായി ജില്ലാ ശുചിത് മിഷന്റെ നേതൃത്വത്തിൽ മാവേലി യാത്രയ്ക്ക് തുടക്കമായി. ഫോട്ടോഗ്രാഫർ ജോയ് കല്ലിങ്ങലിന്റെ ഫോട്ടോഗ്രാഫി ജീവിതത്തിലെ സുവർണ ജൂബിലി സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. നോട്രേഡെയിം സ്കൂൾ വെട്ടിക്കുടിയിൽ ഓണാഘോഷം NDS തെയ്തക 2K25 സംഘടിപ്പിച്ചു. ഫ്ലവേഴ്സ് ചാനൽ ടോപ്പ് സിംഗർ ഫെയിം മെൽവിൻ AS ഉദ്ഘാടനം ചെയ്തു. ഓണസദ്യയിലെ വേറിട്ട രുചി വൈവിധ്യമാണ് കായവറവ്. സ്വർണ്ണ നിറത്തിലുള്ള കായവറവില്ലാതെ ഒരു സദ്യയും പൂർണ്ണമാകില്ല. വാർത്തകൾ വിശദമായി. തൃശൂരിൽ വനിതാ ASI വഴിയൊരുക്കിയ ആംബുലൻസിൽ രോഗിയില്ല. അന്വേഷണത്തിൽ വൻ ട്വിസ്റ്റ്. തൃശൂർ നഗരത്തിൽ ആംബുലൻസിന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ വഴിയൊരുക്കിയതിന്റെ വീഡിയോ നവമാധ്യമങ്ങളിൽ നേരത്തെ വൈറലായിരുന്നു. രോഗിയുമായി പോയ ആംബുലൻസിന് പെട്ടെന്ന് വഴിയൊരുക്കിയതായിരുന്നു കയ്യടിക്ക് കാരണം. പക്ഷേ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ ആംബുലൻസിൽ രോഗിയില്ലായിരുന്നു. അന്വേഷണം നടത്താൻ ഒരു കാരണമുണ്ട്. ആംബുലൻസിന്റെ ഡ്രൈവർ വണ്ടി ഓടിക്കുമ്പോൾ മിററിൽ ഡ്രൈവറുടെ കൈവശം ഫോൺ കണ്ടെത്തിയിരുന്നു. അങ്ങനെയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തിയത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗിയെ എത്തിച്ച ശേഷം മടങ്ങുമ്പോഴാണ് ആംബുലൻസ് കുരുക്കിൽപ്പെട്ടത്. എന്നാൽ ആംബുലൻസ് ഓടിക്കുന്നതിനിടെ താൻ ഫോൺ ഉപയോഗിച്ചിട്ടില്ലെന്ന് ഡ്രൈവർ വിശദീകരിച്ചു. ബ്ലോക്കിൽപ്പെട്ട് കിടക്കുമ്പോഴായിരുന്നു ഫോൺ എടുത്തതെന്ന് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. ഒരു രോഗിയെ എടുക്കാൻ പോകുന്ന വീഡിയോയാണ് പ്രചരിച്ചത്. ആ സമയത്ത് വാഹനത്തിൽ രോഗിയില്ലായിരുന്നു. സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ വന്ന റീൽസുകളിൽ ആംബുലൻസിന്റെ സൈറൻ എഡിറ്റ് ചെയ്ത് ചേർക്കുകയായിരുന്നു. താൻ സൈറൻ ഇട്ടിട്ടില്ലായിരുന്നു. അന്ന് തനിക്ക് ഇക്കാര്യങ്ങൾ പറയാൻ സാധിച്ചില്ലെന്നും ഡ്രൈവർ പറഞ്ഞു. പുലിക്കളിക്ക് തൃശൂരിൽ അവധിയില്ല. സെപ്റ്റംബർ 8-ന് തൃശൂർ താലൂക്കിൽ അവധി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് മേയറുടെ കത്ത്. പുലിക്കളി ആസ്വാദനത്തിന് അവധി അനിവാര്യമെന്ന് മേയർ. അവധി അനുവദിക്കുന്നത് പരിഗണിക്കാമെന്ന് കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചതായും മേയർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നെഗോഷ്യബിൾ ആക്ട് പ്രകാരവും സെപ്റ്റംബർ 8-ാം തീയതി തൃശൂർ താലൂക്കിന് അവധി പ്രഖ്യാപിക്കണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കാരണം ഇത് തൃശ്ശൂർക്കാരുടെ ഒരു ഉത്സവമാണ്. അത് നിരന്തരം നടന്നു പോകണം. കാരണം പല സമയത്തും പല ആൾക്കാർക്കും കാണാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അത് പോരാ. കളക്ടർ അതിനുവേണ്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഇന്ന് കത്ത് ഞാൻ കൊടുത്തു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാനത് ശ്രദ്ധിക്കാം, നോക്കാം എന്നല്ല, നടക്കണം. അതാണ് നമ്മുടെ ആവശ്യം. പക്ഷെ മേയർ എന്നുള്ള നിലയ്ക്ക് തൃശൂർ താലൂക്കിനകത്ത് ഈ സംരംഭം നടക്കേണ്ടതാണ്. ഓണം വാരാഘോഷത്തിന് മുന്നോടിയായി മാലിന്യരഹിത ഹരിത ഓണം എന്ന സന്ദേശവുമായി ജില്ലാ ശുചിത് മിഷന്റെ നേതൃത്വത്തിൽ മാവേലി യാത്രയ്ക്ക് തുടക്കമായി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ യാത്ര ഉദ്ഘാടനം ചെയ്തു. ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KK മനോജ് അധ്യക്ഷനായി. അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരായ NC സംഗീത്, ജെയിൻ പോൾ, പ്രോഗ്രാം ഓഫീസർ രജനീഷ് രാജൻ എന്നിവർ പങ്കെടുത്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ജസ്റ്റിൻ സെബാസ്റ്റ്യനാണ് മാവേലിയായി എത്തുന്നത്. യാത്ര ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തും. ബോധവൽക്കരണ ഓഡിയോ സന്ദേശത്തോടുകൂടിയ പ്രചരണ വാഹനവും മാവേലി യാത്രയ്ക്ക് അകമ്പടിയേകുന്നുണ്ട്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചാലക്കുടി മേഖല മുൻ പ്രസിഡന്റ് ജോയ് കല്ലിങ്ങലിന്റെ ഫോട്ടോഗ്രാഫി ജീവിതത്തിലെ സുവർണ ജൂബിലി സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ജോസ് ചുള്ളിയാടൻ അധ്യക്ഷത വഹിച്ചു. കാരുണ്യ പ്രവർത്തികളുടെ വിതരണോദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ നിർവഹിച്ചു. AKPA സംസ്ഥാന പ്രസിഡന്റ് AC ജോൺസൺ മുഖ്യപ്രഭാഷണം നടത്തി. വേർഡ് ഏഷ്യ ഡൽഹിയിൽ നടത്തിയ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ 1-ാം സമ്മാനം നേടിയ ഗ്രീന ജോയിയെ AKPA ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ പുരസ്കാരം നൽകി ആദരിച്ചു.
ടൈറ്റസ് CG, സുരേഷ് CS, ലിജോ ജോസഫ്, ജോയ് മൂത്തേടൻ, ശ്രീഹരി മൂർക്കന്നൂർ, KA ഉണ്ണികൃഷ്ണൻ, സുനിൽ ബ്ലാക്ക് സ്റ്റോൺ, PV ശിവാനന്ദൻ, സജീവ് വസതിനി, ഭരിത പ്രതാപ്, ജോജി VJ, ഷാജു ലെൻസ്മാൻ, ജോണി മേലേടത്ത്, ടോൾജി തോമസ്, അനിൽകുമാർ KS, ജയൻ അമ്പാടൻ, ബൈജു AV എന്നിവർ പ്രസംഗിച്ചു. നോട്രഡെയിം സ്കൂൾ വെട്ടിക്കുടിയിൽ ഓണാഘോഷം NDS തേതക 2K25 സംഘടിപ്പിച്ചു. ഫ്ലവേഴ്സ് ചാനൽ ടോപ്പ് സിംഗർ ഫെയിം മെൽവിൻ AS ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൽ സിസ്റ്റർ ജൂലി, ട്രഷറർ സിസ്റ്റർ തനൂജ, PTA പ്രസിഡന്റ് ദിലിക് ദിവാകരൻ, അധ്യാപക അനധ്യാപക പ്രതിനിധികളായ അനു, ഷൈബ, ഹാര എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. പഴമയുടെ പുതുമ നിലനിർത്താൻ ടീച്ചേഴ്സ് അവതരിപ്പിച്ച തിരുവാതിരയോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ, മലയാളി മങ്ക, മലയാളി മന്നൻ മത്സരം, വടംവലി എന്നിവ വേറിട്ട അനുഭവം സമ്മാനിച്ചു. തൃശൂർ നൃത്താഞ്ജലി കലാക്ഷേത്ര അവതരിപ്പിച്ച കൈകൊട്ടിക്കളിയും ഓണം തീം ഡാൻസും അങ്ങനെ എല്ലാം കൊണ്ടും നയന മനോഹരമായി തീർന്നു ഓണാഘോഷം. മാള അസുര കലാവേദിയുടെ ശിങ്കാരിമേളം കുട്ടികളെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ചു. വിദ്യാർത്ഥികളുടെ മനസ്സിൽ എന്നും ഓർമ്മ നിൽക്കുന്ന ഒരു അടിപൊളി ഓണം എല്ലാവർക്കും സമ്മാനിക്കാനായതിന്റെ സന്തോഷത്തിലാണ് മാനേജ്മെന്റും ടീച്ചേഴ്സും കൂടാതെ PTA അംഗങ്ങളും. ഓണസദ്യയിലെ വേറിട്ട രുചി വൈവിധ്യമാണ് കായവറവ്. സ്വർണ്ണ നിറത്തിലുള്ള കായവറവില്ലാതെ ഒരു സദ്യയും പൂർണ്ണമാകില്ല. ഓണാഘോഷത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് സമൃദ്ധിയുടെ ഓണസദ്യയും അതിലെ വൈവിധ്യവും തന്നെയാണ്. വ്യത്യസ്തങ്ങളായ വിഭവങ്ങളുമായി ഓണസദ്യ വിളമ്പുമ്പോൾ വാഴയിലയിൽ ആദ്യം സ്ഥാനം പിടിക്കുന്നത് കായവറവാണ്. സ്വർണ്ണവർണ്ണ നിറമുള്ള കായവറവില്ലാത്ത മലയാളികളുടെ ഓണാഘോഷം പൂർണ്ണമാകാറില്ല. പഴുത്തതും പഴുക്കാത്തതുമായ കായ, അതാണ് കായവറവിന് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയിൽ അങ്ങനെ വറുത്തു കോരുമ്പോൾ കായവറവിന്റെ ആ മണവും രുചിയും അതൊന്ന് വേറെ തന്നെയാണ്. വിപണിയിൽ പലതരത്തിലുള്ള ചിപ്സുകൾ ലഭ്യമാണെങ്കിലും ഓണസദ്യയിലെ കായവറവിന്റെ പ്രാധാന്യം അതൊന്ന് വേറെ തന്നെയാണ്. വെളിച്ചെണ്ണയുടെ വില ഇത്തവണ വർദ്ധിച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ 600 രൂപയിൽ എത്തി നിൽക്കുകയാണ് കായവറവിന്റെ വില. വിപണി കായവറവ് കൈയടക്കിയെങ്കിലും സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ആ കായവറവിന്റെ രുചി തന്നെയാണ് നമ്മുടെ ഓർമ്മയുടെ ഓണങ്ങളിൽ എപ്പോഴും തങ്ങി നിൽക്കുന്നത്. ഓണസദ്യയിൽ എല്ലാ വിഭവങ്ങളും ഉണ്ടെങ്കിലും കായവറവിന്റെ രുചിയും മണവുമില്ലാതെ ഒരു പിടി കായവറുത്തതില്ലാതെ നമ്മുടെ മലയാളികളുടെ ഒരു ഓണാഘോഷവും പൂർണ്ണമാകാറില്ല. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യുവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. യുവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 150 രൂപ കൂടി ഗ്രാമിന് 9620 രൂപ, പവന് 76,960 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിൽ വനിതാ ASI വഴിയൊരുക്കിയ ആംബുലൻസിൽ രോഗിയില്ല. അന്വേഷണത്തിൽ വൻ ട്വിസ്റ്റ്. പുലിക്കളിക്ക് തൃശൂരിൽ അവധിയില്ല. സെപ്റ്റംബർ 8-ന് തൃശൂർ താലൂക്കിൽ അവധി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് മേയറുടെ കത്ത്. ഓണം വാരാഘോഷത്തിന് മുന്നോടിയായി മാലിന്യരഹിത ഹരിത ഓണം എന്ന സന്ദേശവുമായി ജില്ലാ ശുചിത് മിഷന്റെ നേതൃത്വത്തിൽ മാവേലി യാത്രയ്ക്ക് തുടക്കമായി. ഫോട്ടോഗ്രാഫർ ജോയ് കല്ലിങ്ങലിന്റെ ഫോട്ടോഗ്രാഫി ജീവിതത്തിലെ സുവർണ ജൂബിലി സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. നോട്രഡെയിം സ്കൂൾ വെട്ടിക്കുടിയിൽ ഓണാഘോഷം NDS തേതക 2K25 സംഘടിപ്പിച്ചു.
ഫ്ലവേഴ്സ് ചാനൽ ടോപ്പ് സിംഗർ ഫെയിം മെൽവിൻ AS ഉദ്ഘാടനം ചെയ്തു. ഓണസദ്യയിലെ വേറിട്ട രുചി വൈവിധ്യമാണ് കായവറവ്. സ്വർണ്ണ നിറത്തിലുള്ള കായവറവില്ലാതെ ഒരു സദ്യയും പൂർണ്ണമാകില്ല. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംപ്രേക്ഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.